ആംഗ്ലർ റൂബിക്കോൺ എന്തായാലും എല്ലാവരും ഒരു സ്വപ്ന വാഹനം തന്നെയാണ്. അതായത് നമ്മള് ഥാർ റോക്സ് ഒക്കെ എടുത്തിട്ട് നിർവൃതി അടയുമെങ്കിലും ഇതിന്റെ ഒരു ഇതാണ് ഇതിനെ കോപ്പി ആയിട്ടാണ് നമ്മൾ പലതും നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കുക. പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. പിന്നെ കിലോമീറ്റർ 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ അതും ഇതും വ്യത്യാസം ഇതിന്റെ ഇന്റീരിയർ വൈറ്റ് ആണ് വരാ, വെച്ചാൽ ബീജാണ് വരാ. പിന്നെ മെയിൻ ഒരു സംഭവം വെച്ചാൽ മെയിൻ്റനൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ശരി, മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഇതിന് 8 വർഷത്തെ മറ്റേ വാറണ്ടി ഉണ്ട്. ടൊയോട്ടനെ പറയിപ്പിക്കൂലോ. ടൊയോട്ട ഗുണം തന്നെ, നമുക്ക് ഒരിക്കലും മെയിൻ്റനൻസ് വന്ന് നമുക്കൊരു വിഷമം ഒരിക്കലും ഒരു കസ്റ്റമർക്കും ഉണ്ടാവും. അത് തന്നെയാണ് അതിൻ്റെ ഒരു 1 ലിറ്റർ ആണ്. 1 ലിറ്റർ. ഒന്ന് ഫോക്സ് വാഗൺ ടൈഗൺ, ഒന്ന് സ്കോഡ കുഷാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ടൈഗണിൽ തുടങ്ങാം. KL 43 രജിസ്ട്രേഷൻ, ടോപ്പ് ലൈനാണ് വണ്ടി. 1 ലിറ്റർ മാനുവലാണ്. 35,000 കിലോമീറ്റർ ഓടി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ TG7 വീണ്ടും വന്നു. അനസ് ഭായിയാണ് നമ്മുടെ കൂടെ. സ്വാഗതം. കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വരുന്നത്. ഷോറൂമിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നല്ല അടിപൊളി വണ്ടികൾ കിട്ടുന്നൊരു സ്ഥലമാണ്. എല്ലാ സെഗ്മെന്റും ഉണ്ടാവും അല്ലേ? ഇന്ന് ശരിക്കും നമ്മുടെ കുറച്ച് പ്രീമിയം വണ്ടികളാണ് കൂടുതൽ ഉള്ളത് കേട്ടാ. അതൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പ്രീമിയം എൻക്വയറി വന്നതിന്റെ പേരിൽ ഇപ്രാവശ്യം കുറച്ച് പ്രീമിയം വണ്ടികൾ കൂടുതൽ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മൾ കാണിച്ചത് റാംഗ്ലർ, ലെക്സസ് 300H, ലെക്സസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെൽഫെയർ ഉണ്ടായിരുന്നു. അന്ന് കാണിച്ച വണ്ടികളിൽ BMW അതൊക്കെ പോയി. അതില് ഒരു 730 മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. കഴിഞ്ഞ പ്രാവശ്യം നല്ല എൻക്വയറി വന്നത് ലക്ഷറി കാർ. നമ്മൾ എല്ലാ സെഗ്മെന്റും കാണിച്ചിരുന്നത്, അതായത് മിഡിൽ കോമ്പാക്ട് SUV സെഗ്മെന്റ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ എൻക്വയറി പോയത് ലക്ഷറി കാർ. ചിലർ എന്നോട് വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കും, നിങ്ങളെന്തിനാ വലിയ കാർ കാണിക്കുന്നത്? ഈ ചെറിയ വീഡിയോ ചെയ്താൽ അന്നേരം കമന്റ് ചെയ്യും, നിങ്ങളെന്തിനാ ചെറിയ വീഡിയോ ചെയ്യുന്നത്? വലിയ വണ്ടികൾക്ക് ആളുകൾ ഉണ്ട്, എൻക്വയറി ഉണ്ടായിരുന്നു. നല്ലപോലെ ആളുകൾ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രീമിയം മാത്രമല്ല മിഡിൽ സെഗ്മെന്റ് ഉണ്ട്. അതായത് കോമ്പാക്ട് SUV, ടൈഗോൺ, കുഷാക്ക് പോലത്തെ വണ്ടികളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, സെൽട്ടോസ് ഒക്കെ ഉണ്ട്. ലൊക്കേഷൻ കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടികൾ തന്നെയാണ്, ധൈര്യത്തിലെടുക്കാം. ആരെ കൊണ്ടുവന്നാണ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതൊക്കെ അതിലൊരു സംശയമില്ല. കസ്റ്റമർക്ക് ഏറ്റവും തൃപ്തികരമായ ലെവലിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. കൂടുതൽ വലിച്ചെടുത്തില്ല. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യ വാഹനം പ്രീമിയം സെഗ്മെന്റ് ആണ്. Audi Q5 KL 35 പാലാ രജിസ്ട്രേഷനിൽ കിടക്കുന്ന ഒറിജിനൽ കേരള വണ്ടി. 2022 ആണ്. 40,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഓക്കെ, സിംഗിൾ ഓണറാണ് വണ്ടി. ഓക്കെ, പിന്നെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് 2027 വരെ വാറണ്ടി ഉണ്ട്, സർവീസ് പാക്കേജും ഉണ്ട്. പാക്കേജ് നമ്മൾ പൈസ ചിലവാക്കണ്ടല്ലോ? ഇല്ല, വേണ്ട. ഓക്കെ, 2029 വരെ റോഡ് സൈഡ് അസിസ്റ്റന്റും ഉള്ള വണ്ടിയാണ്. ഓക്കെ, 29 വരെ. ഓക്കെ, 27 വരെ വാറണ്ടിയും സർവീസ് പാക്കേജ് നിൽക്കുകയാണ്. 29 വരെ റോഡ് സർവീസ് അസിസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീ ആണ്, നീറ്റാണ്. അതിന്റെ ഡീറ്റെയിൽ കാണിക്കുമ്പോൾ കാണാൻ പറ്റും. എന്തായാലും നല്ല വണ്ടിയാണ്. ഓക്കെ, 22 മോഡൽ വെച്ച് നോക്കുമ്പോൾ വലിയ ഓട്ടം പോയിട്ടില്ല. അവർ 4 വർഷം കൊണ്ട് 40,000 സംതിങ് അല്ല? ഓക്കെ, അപ്പോൾ ഇതിപ്പോ ചോദിക്കണത് 50 ലക്ഷം രൂപയാണ്. പുതിയ വണ്ടിക്ക് 90 ലക്ഷം രൂപ മുകളിൽ വരും. 90ന്റെ മേളിൽ വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ 50 ലക്ഷം അല്ലേ ചോദ്യം? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, Q5 ആണ് അത്. പിന്നെ പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം കറണ്ട് ഒക്കെ ലൈവാണ്. ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല വണ്ടി അല്ലേ? ലാസ്റ്റ് സർവീസ് സർവീസ് ഇപ്പോൾ റീസെന്റ് സർവീസ് കഴിഞ്ഞിട്ട് 2-3 മാസം ആയിട്ടുണ്ട്. 2-3 മാസമായി. അതെ, ഓക്കെ. ഇനി ഒരു 9 മാസം കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ കിലോമീറ്റർ ഒന്നില്ലെങ്കിൽ 15,000 കിലോമീറ്റർ, അല്ലെങ്കിൽ 365 ദിവസം. നല്ല 365 അതാണ് കണക്ക്. എത്ര ലാസ്റ്റ് കിലോമീറ്റർ നോക്കിയിട്ട് അവിടുന്ന് 15,000 ആകുമ്പോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ഏകദേശം പാതി വിലേൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു അല്ലേ? അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. അതും സർവീസ് പാക്കേജ് എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം. പുതിയ വണ്ടി Q5 ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്. പക്ഷേ ഷേപ്പ് മാറിയിട്ടൊന്നുമില്ലല്ലോ? റീസെന്റ് ഓൺഗോയിങ് ഷേപ്പ് തന്നെയാണ്, സെയിം ഷേപ്പ് തന്നെയാണ്. അപ്പോൾ പുതിയ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വന്നോ. ഫസ്റ്റ് ഓണർ കിടക്കുന്ന വണ്ടിയാണ്, നിങ്ങളുടെ സെക്കൻഡ് ഓണർ ആവുകയുള്ളൂ. ഇത്രയും ഡിപ്രിസിയേഷൻ വന്നു കഴിഞ്ഞു, അതാണ് ഹൈലൈറ്റ്. ലോണും മാക്സിമം കയറും. അടുത്ത വാഹനം മെർസിഡസ് ബെൻസ് കേരള വണ്ടിയല്ല, തമിഴ്നാട് രജിസ്ട്രേഷനാണ്. ഒരുപാട് മലയാളികൾ തമിഴ്നാട്ടിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, ആർക്ക് വേണമെങ്കിലും എടുക്കാം. C300D AMG അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019-20 ആണ് വണ്ടി. ഇത് പ്രത്യേകത 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ C300 AMGയുടെ ഒരു പ്രത്യേകത, ഇത് ഡീസലാണ്. സാധാരണ AMG കൂടുതലും
പെട്രോൾ കാറാണ് ഇറങ്ങുക. ഇത് ഡീസൽ ഉണ്ട്, പക്ക പ്രാക്ടിക്കൽ കാറാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു 15ന്റെ മുകളിലൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. 15 എന്ന് പറയുമ്പോൾ ടൗണിലൊക്കെ കിട്ടുമോ? ടൗണിലല്ല, ഒരു ലോങ് തന്നെയാണ്. ഓക്കെ. ഷോർട്ട് ഡ്രൈവിലൊക്കെ എന്തായാലും ഒരു 12-13 ആ റേഞ്ചിൽ എന്തായാലും ഉറപ്പായിട്ടും. 4 സിലിണ്ടർ തന്നെ ഓരോ? അതെ, നോർമൽ വണ്ടി, എഞ്ചിൻ നോർമൽ, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതില് AMG സാധാരണ പെട്രോൾ ഉപയോഗിക്കുന്നവർക്ക് ഫ്യൂവൽ ഭയങ്കരമായിട്ട് പെട്രോൾ കൺസംഷൻ കൂടുതലായിരിക്കും. പെട്രോൾ ഉപയോഗിച്ചാൽ അതിന് മൈലേജ് കുറവായിരിക്കും. അപ്പൊ ഇത് കുറച്ചും കൂടി നമുക്ക് AMG ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചും കൂടി മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെ, സെക്കൻഡ് ഓണറിലാണ് നിൽക്കുന്നത്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്, 19 മോഡലും 20 രജിസ്ട്രേഷൻ. കറക്റ്റ് സർവീസ് കിട്ടും. 43,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സർവീസ് പ്രോപ്പർ ആയിട്ട് പോയിട്ടുള്ള വണ്ടി. പരിപാടികൾ എല്ലാം പക്കായിട്ട് പോയിട്ടു. ഓക്കെ. ഒന്നും ചെയ്യാനുമില്ല, വണ്ടി നല്ല നീറ്റ് ആയിട്ട് നിൽക്കുന്ന വണ്ടിയാണ്. ഒരു വെറൈറ്റി കളറും, ഒരു സ്പെഷ്യൽ കളറാണ്, അങ്ങനെ കാണാത്തൊരു കളറാണ്. ഓക്കെ. അപ്പോ പിന്നെ ഒന്നും ചെയ്യാനില്ല, നല്ലൊരു വണ്ടി. ഫ്രീ ആണ്. തമിഴ്നാട്ടിലാണെങ്കിൽ നെയിം ട്രാൻസ്ഫർ ചെയ്യാം. അല്ല, തമിഴ്നാട്ടിലല്ലാത്തവർക്ക് ഇപ്പൊ ഇവിടെ തന്നെ ലോൺ വേണ്ടവർക്ക് ഇതിൽ തന്നെ ലോൺ ചെയ്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ 29 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 29 19 മോഡൽ 20 രജിസ്ട്രേഷൻ C300 AMG ആണ്. 42,000 കിലോമീറ്റർ. ഓക്കെ. ഇത് കേരള വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ കുറച്ച് ദിവസം മുന്നൊക്കെ ഒരു വണ്ടി കൊടുത്തത് 36-നാണ് കൊടുത്തത്. ഓ, അത്രയും മാറ്റമുണ്ടല്ലേ? ഓക്കെ. തമിഴ്നാടാകുമ്പോ പിന്നെ നമ്മുടെ സപ്പോസ് കേരളത്തിലേക്ക് നമ്പർ മാറണം എന്നുണ്ടെങ്കിൽ എത്ര കാണ്ടി വരും? ശരിക്കും പറഞ്ഞാൽ കേരളത്തിലോട്ട് മാറണം എന്ന് നിർബന്ധമുള്ള ഒരു ഈ വണ്ടി എടുക്കാതിരിക്കലാണ് നല്ലത്. കാരണം ടാക്സ് എന്തായാലും 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ അടുപ്പിച്ചൊക്കെ വരും. അപ്പൊ പിന്നെ നമ്മൾ ഇത് എടുത്തിട്ട് അതിന്റെ ആവശ്യമില്ല. ഇത് തമിഴ്നാട് തന്നെ നിർത്തി ചെയ്യാൻ കുഴപ്പമില്ലാത്തവർക്ക് ഒരു നല്ല ഓപ്ഷനാണ്. കാരണം ഇപ്പൊ നമ്മൾ കേരള വണ്ടി പോകുമ്പോൾ ഒരു 36-37 C300 കൊടുക്കേണ്ടി വരും. അപ്പൊ അത് വേണ്ട, എനിക്ക് ഏത് രജിസ്ട്രേഷൻ ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ തമിഴ്നാടാകുമ്പോൾ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനമാണ്, അപ്പൊ അത് വലിയ കുഴപ്പമില്ല. ഒരുപാട് തമിഴ്നാടും കർണാടക വണ്ടികളൊക്കെ നമ്മളിവിടെ കാണണം. അപ്പൊ അത് കുഴപ്പമില്ലാത്തവർക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തന്നെ വിലയിൽ ഒരു 5-6 ലക്ഷം രൂപ കുറച്ച് ലോൺ കിട്ടില്ല. ഒരു 25 മേലെ കിട്ടും? ഇല്ല, ലോൺ ഫുള്ളും കിട്ടും. ലോൺ കസ്റ്റമർ പക്കയായാൽ മതി. കസ്റ്റമർ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. നല്ല വണ്ടി കേട്ടോ, നല്ല നീറ്റ് വണ്ടി അല്ല? കളറും ഒരു യൂണീക്ക് ആയിട്ടുള്ള കളർ. അടുത്തത് ലെക്സസിന്റെ ഒരു SUV സെഗ്മെന്റ് ആണ്. NS 300H KL7 എറണാകുളം രജിസ്ട്രേഷനിൽ കിടക്കുന്ന ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഓക്കെ. ഏതാ മോഡൽ? 2020 ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ഹൈബ്രിഡ് ആണ്, ഹൈബ്രിഡ് പെട്രോൾ ആണ്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു എങ്ങനെ മൈലേജ് എങ്ങനെ കിട്ടും? മൈലേജ് എങ്ങനെയായാലും ഒരു 15 ഒക്കെ ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നല്ല ലോങ് ഡ്രൈവിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് അതിന്റെ മുകളിലും കിട്ടും. ശരി. ഓക്കെ. നല്ല സുഖമായിട്ട് നമുക്ക് ഹൈവേലൊക്കെ ഒരു 17 കിട്ടും. കിട്ടും. ഹൈബ്രിഡ് ആണ്, ഫുള്ളി ഹൈബ്രിഡ് അല്ല? ഫുള്ളി ഹൈബ്രിഡ് മീൻ പെട്രോൾ ഹൈബ്രിഡ് എന്നുള്ള പെട്രോൾ ഹൈബ്രിഡ് അതാണ്. ഓക്കെ. അതാണ് H എന്ന് പറഞ്ഞത്, NX. പിന്നെ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി, മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നീറ്റ് വണ്ടിയാണ്. ഓക്കെ. ഇത് നമ്മൾ 50 ലക്ഷം രൂപയാണ് ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, പ്രതീക്ഷിക്കുന്നത്. 50 lakhs ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 90 അടുപ്പിച്ചൊക്കെ 80-90 ഇടയിലൊക്കെയാണ് ഏകദേശം വരാം. ഇതും Q5 ഒക്കെ ഏകദേശം സെയിം റേഞ്ച് തന്നെ അല്ല? ഇത് പിന്നെ കുറച്ചും കൂടിയും കുറച്ച് റയറാണ് വണ്ടി. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുണ്ട്. വണ്ടികൾ ബാക്കിയുള്ള വണ്ടികൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് വണ്ടികൾ കുറവാണ്. അതെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച ലെക്സസ് 300 വണ്ടിയുടെ വിലയേക്കാൾ കൂടുതൽ അത് മാർക്കറ്റിൽ കുറവാണ്. അപ്പോൾ അതിനാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നു. ആ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വെറൈറ്റി, ഇത് ഏതാ വണ്ടി നോക്കുന്ന ഒരു ഫീൽ കിട്ടണം. ബാക്കിയുള്ള വണ്ടി ലെക്സസ് കുറവല്ല, കാണൽ കുറവല്ല. പിന്നെ മെയിൻ ഒരു സംഭവം വെച്ചാൽ മെയിൻ്റനൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ശരി. മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഇതിന് 8 വർഷത്തെ മറ്റേ വാറണ്ടി ഉണ്ട്. ടൊയോട്ടനെ പറയിപ്പിക്കൂലല്ലോ. ടൊയോട്ട ഗുണം തന്നെ, നമുക്ക് ഒരിക്കലും മെയിൻ്റനൻസ് വന്ന് നമുക്കൊരു വിഷമം ഒരിക്കലും ഒരു കസ്റ്റമർക്കും ഉണ്ടാകും. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഓക്കെ. അപ്പോൾ എത്ര പറഞ്ഞാൽ 50 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ലോണും ഏകദേശം അതിനോട് അടുപ്പിച്ചൊക്കെ തന്നെ കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വന്നോ, അതും നല്ല മൈലേജിൽ കൊണ്ടുപോകും അല്ലേ? അടുത്തത് BMW X1 ആണ്. ഇതും കേരള വണ്ടിയാണ്, KL1. അതെ, തിരുവനന്തപുരം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 ആണ്. BMW M Sport ആണ്, ഡീസലാണ്. 50,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. സെക്കൻഡ് ഓണറാണ് വണ്ടി. ഓക്കെ. പിന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. നല്ല അത്യാവശ്യം ഒരു സാധാരണ ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്ന മൈലേജ് ഉള്ള വണ്ടിയാണ്. ഡെയിലി യൂസിന് പറ്റിയ ഒരു സെഗ്മെന്റ്. നല്ല ഹൈറ്റ് ഉണ്ട്, നമുക്കങ്ങനെ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് കയറി ഇറങ്ങാനൊക്കെ പറ്റിയ ഒരു വണ്ടി. പക്ഷേ വലിയൊരു ഓട്ടം പോയിട്ടില്ല അല്ലേ? 17 മോഡൽ 52,000 കിലോമീറ്റർ ഓടി. 52,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പ്. ഓണർഷിപ്പാ.
എം സ്പോർട്ടാണ്. പൊതുവെ അങ്ങനെ ഒരു 15-16 ഒക്കെ കിട്ടും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇതെല്ലാവരും അങ്ങനെ ഡെയിലി ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ ഇത് എടുക്കാറ്. ഓക്കെ. നമ്മൾ ഒരു കുറച്ച് മുന്നത്തെ ഒരു വീഡിയോയിൽ ഇതേപോലെ ചെയ്തിട്ട് ഒരു NRE ഒരു കസ്റ്റമർ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വന്ന് മേടിച്ചിട്ടുണ്ട്. X1 നമ്മൾ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് ഒരു കസ്റ്റമർ. ഓക്കെ. അപ്പോൾ ഇത് 22 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ്. 22 അല്ല? ഓക്കെ. കേരള വണ്ടിയാണ്, 17 മോഡൽ, 52,000. ലോണും അത്യാവശ്യം കിട്ടുന്ന ഒരു വണ്ടിയാണ്. 20 ലാഖ് കിട്ടും? ഉറപ്പായിട്ടും കിട്ടും. 20 ലാഖ് കിട്ടും ഉറപ്പായിട്ടും. ഓക്കെ. വേറെ ഒന്നും ചെയ്യാനില്ല. അതെ. പിന്നെ മെയിൻ്റനൻസ് പിന്നെ പറയണ്ടല്ലോ, പ്രീമിയം വണ്ടിയാകുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് എന്തായാലും X1 കുറവാണ്. അടുത്ത റേഞ്ച് റോവർ ഇവോക്ക് KL 11 ഒറിജിനൽ കേരള. ഇത് നമ്മൾ ബൈബാക്ക് ചെയ്തൊരു വണ്ടിയാണ്. ഇത് 2016 വണ്ടി. പിന്നെ SC എന്നാണ് പറയാ. 2016 ന്യൂ ഷേപ്പ് വണ്ടിനെ SC ആണ് വരാ. ന്യൂ ഷേപ്പ് വന്ന സമയത്തുള്ളത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഇതിനൊരു കുറവെന്ന് പറഞ്ഞാൽ 3 ഓണറായിട്ടുണ്ട്. തേർഡ് ഓണർ. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയാണ് കസ്റ്റമർക്ക്. നിങ്ങൾ സെക്കൻഡ് ഓണർഷിപ്പ് കൊടുത്താൽ? അതെ, ഞങ്ങൾ കൊടുത്താണ്. ഓക്കെ. അപ്പോൾ നിലവിൽ തേർഡ് ഓണർഷിപ്പാണ് ഇപ്പോൾ. പക്ഷെ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. മെയിനായിട്ട് ഫാൻസി നമ്പറൊക്കെയാണ്. 777 KL 11B അല്ലേ? ഇത് 23 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 23 ലക്ഷത്തിന് ഇവോക്ക് 2016 ഒറിജിനൽ കേരള വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ക്ലെയിമും വർക്കൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നീറ്റ് വണ്ടി. മേജറായിട്ട് അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളോ കാര്യം. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? ഫുള്ള് പ്രോപ്പർ ആയിട്ടുള്ള സർവീസാണ് ചെയ്തേക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ സർവീസ് എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ അവർ പുറത്തുനിന്നാണ് ചെയ്തേക്കുന്നത്. അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ട് സംഭവങ്ങൾ. ഓക്കെ. അപ്പോൾ ഇതിപ്പോ ഈ പറഞ്ഞ പോലെ കസ്റ്റമർ ഇപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ അവർക്ക് കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും തേർഡ് പാർട്ടികളൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് ഫുള്ള് ഒരാൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാം നമുക്ക്. തീർച്ചയായും. ഓക്കെ. റേഞ്ച് റോവറിന്റെ വണ്ടി എന്ന് വെച്ചാൽ ഒരു സ്റ്റൈലിഷ്, നല്ല ക്യൂട്ട്, പ്രത്യേകിച്ചൊരു ക്യൂട്ടായിട്ടുള്ള വണ്ടിയാണ്. അങ്ങനത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്ന. തീർച്ചയായും. അപ്പോൾ താല്പര്യമുണ്ട് നോക്കിക്കോ. ഒരു 18-20 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. അത്രയും കിട്ടും. ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ പറയാൻ പറ്റില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ഒരു പക്ക ഓഫ് റോഡർ SUV ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. എന്തായാലും എല്ലാവരും ഒരു സ്വപ്ന വാഹനം തന്നെയാണ്. അതായത് നമ്മള് ഥാർ റോക്സ് ഒക്കെ എടുത്തിട്ട് നിർവൃതി അടയുമെങ്കിലും ഇതിന്റെ ഒരു ഇതാണ് ഇതിനെ കോപ്പി ആയിട്ടാണ് നമ്മൾ പലതും നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കുന്നത്. ഓക്കെ. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് കാണിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആണ് കാണിച്ചത്. അത് പോയി. അത് നമുക്ക് നമ്മുടെ വീഡിയോ കഴിഞ്ഞ അപ്പൊ തന്നെ ഒരു കസ്റ്റമർ വന്നു. NRE കസ്റ്റമർ ആയിരുന്നു. പിന്നെ ഇത് 2021 ആണ്. 22 രജിസ്ട്രേഷൻ ആണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആകെ. 35,000. പിന്നെ വണ്ടി വേറെ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റാണ്, പക്കയാണ്. പിന്നെ സർവീസ് ഒക്കെ പക്ക കമ്പനി തന്നെ പോയിട്ടുള്ളതാണ്. അണ്ടർ വാറണ്ടിയാണ് കേട്ടോ. വാറണ്ടി ഉള്ള വണ്ടിയാണ്. 22 എന്ന് പറയുമ്പോൾ ഇല്ല, വണ്ടി വാറണ്ടി ഉണ്ട്. 27 പിന്നെ എടുത്തിട്ടുണ്ട്. 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 27 വരെ നിലവിൽ വാറണ്ടി ഉണ്ടാവണം. ഓക്കെ. വേറെ ടയേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ലതാണ്. വേറെ വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇൻഷുറൻസ് പുതിയതാണ്. എന്താ ലുക്കില്ലേ വണ്ടി, ഭയങ്കര രക്ഷയില്ലാത്ത. ഓക്കെ. അപ്പോ പ്രൈസ് ഇപ്പൊ ഇത് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1 CR അടുത്ത് 1 കോടി രൂപ താഴെയാണ് അന്നത്തെ അതിന്റെ വില. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി വില കുറഞ്ഞിട്ടുണ്ട് GST ഇതായിട്ട്. ഓക്കെ. GST പിന്നെയോ എന്തൊക്കെ കേൾക്കുന്നുണ്ട്. അതെ. പിന്നെ കൂടാൻ പോകുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് കൂടിയിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. മാർച്ചിന് മുന്നേ അതായിരുന്നു. പിന്നെ നമ്മളിത് 52 ലക്ഷം രൂപക്കാണ് കൊടുക്കാന്ന് വിചാരിക്കുന്നത് വണ്ടി. 52 ലക്ഷത്തിന് 21 മോഡൽ 22 രജിസ്ട്രേഷൻ റാംഗ്ലർ റൂബിക്കോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ഏകദേശം ബാദിയുടെ അടുത്ത് വില എത്തിക്കഴിഞ്ഞു. അപ്പോൾ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ഇതാ കൊണ്ടുപോയി അടിപൊളി സാധനം അല്ലേ? ഓക്കെ. ലോൺ കിട്ടുമോ? പിന്നെ ലോൺ ഒരു 45 ലക്ഷം രൂപ വളരെ ഈസി ആയിട്ട് കിട്ടും. 45 രൂപ. അടുത്തതാ വീണ്ടും Mercedes Benz GLA 200 KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. 2017 ആണ് വണ്ടി. 17-18 ആണ് വണ്ടി. ഓക്കെ. 17-18 53,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ലോ കിലോമീറ്റർ ആണ് അല്ലേ? 17 ഈ പുതിയ ഷേപ്പ് ഇറങ്ങണത്. കാരണം 16 വരെ ഇതിന്റെ ഒരു പഴയ മോഡലായിരുന്നു. ഫേസ് ലിഫ്റ്റ് വന്നത് 17 പിന്നെ ഇതും ഡെയിലി യൂസിന് പറ്റിയ വാഹനം. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഇത് X1 കിട്ടുന്നു അല്ലേ? ഇതിന് മൈലേജ് കൂടുതൽ കിട്ടും, കുറച്ചും കൂടി കിട്ടും. 18 ലോങ്ങിൽ കിട്ടും അല്ലേ? ഓക്കെ. ഇത് നമുക്ക് 22,50,000 രൂപ കൊടുക്കാം. 22.5 ലക്ഷത്തിന് 17 മോഡൽ 18 രജിസ്ട്രേഷൻ ഫുൾ ഓപ്ഷൻ അല്ലേ ഇത്? ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് നല്ല വണ്ടി.
കറക്റ്റ് സർവീസ് ഒക്കെ പ്രോപ്പർ കമ്പനി പോയിട്ടുള്ള ഒരു ക്ലെയിമില്ല, ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇതൊക്കെ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഈ ഒരു സെഗ്മെന്റ് വാഹനങ്ങളൊക്കെ. ഇതിന്റെ ഒരു ഡോറിൽ കമ്പനിയിൽ ഒരു പെയിന്റിംഗ് വർക്ക് നടന്നിട്ടുണ്ട്. പെയിന്റ് വർക്ക് ഓക്കെ, വേറെ ഒന്നുമില്ല, റീപ്ലേസ് ഇല്ല. ഞാൻ ഒരു ക്ലെയിമും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഒരു പെയിന്റിംഗ് വർക്ക് അത് കമ്പനി തന്നെ ഹിസ്റ്ററിയിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ 21 ലക്ഷം അല്ല, 22.5 ലക്ഷം, 22.5 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും എന്തായാലും 20 ലക്ഷത്തിന് മുകളിൽ ലോണും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ കേരള വണ്ടിയാണ്, അത് മറ്റേ മാർക്കറ്റുമായിട്ട് പുറത്തെ വണ്ടിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പുറത്തെ വണ്ടി നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു സെൽട്ടോസ് വരുന്നുണ്ട്, അത് വെച്ചിട്ട് കാണിച്ചു തരാം വ്യത്യാസം. കേരള വണ്ടിക്ക് തന്നെയുള്ള വ്യത്യാസം, ഇവിടെ സെൽട്ടോസ് വരുന്നുണ്ട്. കിലോമീറ്റർ അങ്ങനത്തെ കിലോമീറ്റർ ഉറപ്പാകണം. നമ്മൾ ഈ കിലോമീറ്റർ തിരിച്ചിട്ടില്ല, ടൈംപർ ചെയ്തിട്ടില്ല എന്നുള്ളത് അത് ഉറപ്പാക്കണത് ഹിസ്റ്ററിയിൽ മാത്രമല്ല, അല്ലാതെ നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ പ്രീമിയം സെഗ്മെന്റ് കഴിഞ്ഞു, ഇനി സെമി കാറ്റഗറിയിലേക്ക് വരാം അല്ലേ. കോമ്പാക്ട് SUV-കളാണ് കിയ സെൽട്ടോസ്. കിയന്റെ 3 സെൽട്ടോസ് ഇവിടെ ഉണ്ട്. എല്ലാം ഒന്ന് പുതിയ ഷേപ്പാണ് അല്ലേ? ഇല്ല, എല്ലാം പഴയ ഷേപ്പ് അല്ല, ഒന്ന് ലോഗോ മാറി വന്നു. ഓക്കെ, KL7 രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈൻ ഏറ്റവും കൂടിയ വണ്ടിയാണ്. ഓക്കെ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. 52,000-53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ സിംഗിൾ ഓണറാണ്, ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. എല്ലാ സർവീസും കമ്പനി തന്നെ പോയിട്ടുള്ളത്. വാറണ്ടി ഇപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ല, കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ 5.5 വർഷമാവാനായിട്ടുണ്ടാവും. ആ ഒരു ഓട്ടം മാത്രമേ ഓടിയിട്ടുള്ളൂ, 52,000 കിലോമീറ്റർ അല്ലേ. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈൻ, സീറ്റ് വെന്റിലേഷനും എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വണ്ടി. എത്രയാണ് ചോദ്യം? എത്രയാണ് ഇപ്പോൾ? ഇത് 14,20,000 രൂപ. 14,20,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. GT ലൈൻ ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ. മൈലേജ് ഉണ്ടാവും, ഒരു 17-18 റേഞ്ചൊക്കെ ഹൈവേയിൽ മൈലേജ് കിട്ടും, അതിൻ്റെ മുകളിൽ തന്നെ കിട്ടും. ഓക്കെ, ടൗണിലാണെങ്കിലും 14-15 ചാൻസ് ഉണ്ട് അല്ലേ. നല്ല അടിപൊളി ഡീസൽ, ഒരു കോമ്പാക്ട്, എല്ലാ ദിവസവും നമുക്ക് സുഖമായിട്ട് ഇല്ലാണ്ട് പോക്കറ്റ് കാലിയാവുകൊണ്ട് കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി. തീർച്ചയായും. പിന്നെ ലോൺ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ലോൺ എന്തായാലും ഒരു 12 ലക്ഷം രൂപ 13 ലക്ഷം രൂപ വളരെ എളുപ്പത്തിൽ കിട്ടും. ഇതും സെയിം ഷേപ്പ് തന്നെ. പിന്നെ മോഡൽ 19 അല്ലേ? 19 മോഡല്, 19 രജിസ്ട്രേഷൻ, 19 തന്നെയാണ്, 19 മോഡൽ. അപ്പോൾ KL7 വണ്ടിയാണിത്. ഇതും GT ലൈൻ തന്നെയാണ്, ഫുൾ ഓപ്ഷൻ. പക്ഷേ ഇത് പെട്രോളാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോളാണ്. പിന്നെ കിലോമീറ്റർ 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ അതും ഇതും വ്യത്യാസം, ഇതിന്റെ ഇന്റീരിയർ വൈറ്റ് ആണ് വരാ, ബീജാണ് വരാ, അത് ബ്ലാക്ക് ആണ് വരാ. ഓക്കെ, പിന്നെ ഇതും ആക്സിഡന്റ് ഫ്രീ ആണ്, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇതും വലിയ ഓട്ടം പോയിട്ടില്ല, അത് തന്നെ ഹൈലൈറ്റ് അല്ല. ഓക്കെ, സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ 10,70,75,000 രൂപ ചോദിക്കുന്നത്. 10.25 ലക്ഷത്തിന് പെട്രോൾ ഓട്ടോമാറ്റിക് GT ലൈൻ ഫുൾ ഓപ്ഷൻ 2019 മോഡൽ കിയ സെൽട്ടോസ് കൊണ്ടുപോകാം. ഫുൾ ലോൺ കയറും. അങ്ങനെ നമ്മൾ അവസാനത്തെ 2 വാഹനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കാൻ വിചാരിച്ചു, കാരണം ഒരേ സാധനം തന്നെ 2 ബ്രാൻഡിന്റെ പേരിൽ അല്ലേ. രണ്ടും 1 ലിറ്റർ ആണ്. 1 ലിറ്റർ, ഒന്ന് ഫോക്സ് വാഗൺ ടൈഗൺ, ഒന്ന് സ്കോഡ കുഷാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ടൈഗണിൽ തുടങ്ങാം. KL 43 രജിസ്ട്രേഷൻ, ടോപ്പ് ലൈൻ ആണ് വണ്ടി. 1 ലിറ്റർ മാനുവൽ ആണ്, 35,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. ഏതാ മോഡല്? 2022-23 വണ്ടി. 22 മോഡൽ, 23 രജിസ്ട്രേഷൻ, 35,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. 1 ലിറ്ററിൽ ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനമാണ്. സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും, അലോയ്സും, പുഷ് ബട്ടണും എല്ലാം വരിക. പിന്നെ ഈ സീറ്റ് വെന്റിലേഷൻ തന്നെ ഇതിന്റെ GT-ലേക്ക് പോകുമ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. 1 ലിറ്ററിൽ അത് കിട്ടുന്നുണ്ട്. അത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. 30,000 പ്രോപ്പർ സർവീസ് ആണ്. ഓക്കെ, വാറണ്ടി ഇപ്പൊ കഴിഞ്ഞോ? 26 വണ്ടി, 26 4 മാസം മനസ്സിലാവുന്നില്ല, എന്നാലും മാസങ്ങളുടെ വാറണ്ടി ഉണ്ട്. കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ, 4 ആയില്ലേ? ശരിയാ, ചിലപ്പോ മാസങ്ങൾ ഉണ്ടാവുള്ളൂ. എന്തായാലും ബാക്കി നോക്കാം. അപ്പോ എത്ര കൊടുക്കാത്? ഇത് നമുക്കൊരു 11,20,000 രൂപ പറയുന്നത്. 11.25 ലക്ഷത്തിന് നിങ്ങൾക്ക് ആ ഒരു ടൈഗൺ കൊണ്ടുപോകാം. 22 മോഡൽ, 23 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് തന്നെയുള്ള വാഹനം. 35,000 ഓടിയ ടോപ്പ് ലൈൻ ഓട്ടോമാറ്റിക്കാ, മാനുവൽ വാഹനമാണ്. ഓക്കെ, മൈലേജ് ഒരു 11-15 അതിൻ്റെ ഇടയിൽ മൈലേജ് കിട്ടും. 1 ലിറ്റർ ആണ്. ഇനി കുഷാക്കിലേക്ക് വരാം. സെയിം സാധനം തന്നെ, 1 ലിറ്റർ എഞ്ചിൻ തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് അംബീഷൻ ആണ്, 23 മോഡൽ, 23 തന്നെ. പിന്നെ 50,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, അംബീഷൻ മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ,
ആംബിഷൻ മാനുവലാണ് വണ്ടി. ഇത് നമുക്ക് ഇത് പക്ക 23 മോഡൽ ഉണ്ട്. 23 മോഡൽ. ഇത് നമുക്ക് 9 ലക്ഷം രൂപ കൊടുക്കാം. ഫൈനലാണ് 9 ലക്ഷം രൂപ കൊടുക്കാം. പെട്രോൾ മാനുവൽ വാഹനമാണ്. 9 ലക്ഷത്തിന് ഫുള്ള് ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോണിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇത് മിഡ് ഓപ്ഷനാണ്, അത് ഫുൾ ഓപ്ഷനാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തണം അല്ലേ? വന്നോളൂ. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഫോക്സ് വാഗൺ ടൈഗൺ, ടൈഗണിൻ്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ ടൈഗൺ തന്നെയല്ലേ? അല്ലേ, ടൈഗൺ തന്നെയാണ്. ടൈഗൺ തന്നെയാണ്. ആ, ഒരാൾ കമൻറ്റിൽ 2 വീഡിയോയിലായിട്ട് ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വായിച്ചിട്ടായിരുന്നു. ആള് പറയും ടിഗ്വാൻ എന്നാണ്. ടിഗ്വാൻ വേറെ വണ്ടിയാണ്, ടിഗ്വാൻ അല്ല. ഞാൻ പുള്ളിക്ക് കമന്റ് റിപ്ലൈ കൊടുത്തിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട്, ടിഗ്വാൻ വേറെ ഉണ്ട് സാധനം. ഓക്കെ, പിന്നെ അതുപോലെ നമ്മള് വണ്ടി കസ്റ്റമർ ആരെങ്കിലും ഒക്കെ വണ്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മളെടുത്ത് സമീപിക്കാം. അവർ പേര് മാറി, അതായത് നമുക്ക് ഡീലർഷിപ്പ് ലൈസൻസ് ഉള്ളതാണ്, ഇപ്പൊ നമ്മുടെ പേരിലോട്ട് മാറി അവർക്ക് ടെൻഷൻ ഫ്രീ ആവാനുള്ള ഒരു സംഭവങ്ങളും കൂടി ഉണ്ട്. പ്രൈസൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് തരാനായിട്ട് ഒരു മടി വിചാരിക്കേണ്ട കാര്യം. അതായത് നിങ്ങളിപ്പോൾ ഇവരെ പേരിലാക്കണമെന്നില്ല, ഇവർക്ക് കൊടുത്താൽ തന്നെ അത് കരാറിലായി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ അണ്ടറിലാണ്. പക്ഷേ ഓണർഷിപ്പ് മാറില്ല, അപ്പം നിങ്ങൾക്ക് വിലയും കിട്ടും. അതെ, അതിൽ ഇതാണ് പാർക്കിംഗ് സെയിലല്ല ഞാൻ ഉദ്ദേശിച്ചത് പർച്ചേസ് തന്നെയാണ്, അല്ലാണ്ട് പാർക്കിംഗ് സെയിലല്ല. ഇല്ലെങ്കിൽ ഇവരെന്താ പറയാ, ഇപ്പം നമ്മളെ പേരിലാക്കിയാൽ വില കുറയും, അടുത്ത കൊടുക്കുമ്പോൾ തേർഡ് ഓണർഷിപ്പിലേക്ക് പോകും. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് നമുക്ക് ഈ ലൈസൻസ് ഉള്ളതിന്റെ പേരിൽ നമ്മുടെ പേരിലേക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് കസ്റ്റമർക്ക് അത് താൽക്കാലികമായിട്ടാണ്. അതായത് ഇവരെ കാലയളവിൽ ഇവരെ കസ്റ്റഡിയിലാണ് വണ്ടി, എന്ത് ഉത്തരവാദിത്വം ഇവരെ പേരിലാണ് വരിക. ഓക്കെ, നിങ്ങൾക്കൊന്നും ബാധിക്കില്ല, അതാണ് അതിന്റെ ഹൈലൈറ്റ്. പക്ഷെ കൊടുക്കുമ്പോൾ അടുത്ത ഓണറിന്റെ പേരിലേക്ക് മാറുള്ളൂ, ഓണർഷിപ്പ് ചേഞ്ച് ആവില്ല. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. നമ്മൾ വൈകാതെ തന്നെ എറണാകുളത്ത് കൊച്ചിയിൽ ഇവരുടെ പുതിയ ഷോറൂം വരാൻ പോവാണ്. അവിടെ വെച്ചിട്ടായിരിക്കും മിക്കവാറും അടുത്ത വീഡിയോ അല്ലേ? ഓക്കെ, താങ്ക് യു.